ഹലോ ബോസ്. എന്തായി പോയ കാര്യം കിട്ടിയോ? എന്റെ പൊന്നു ബോസ്, ഈ ഡ്രാഗൺ ബൈലി സാധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. നീ ഇരിക്കോ നിക്കോ എന്താണ് കാണിക്ക്? ഓക്കെ ബോസ്, ഡ്രാഗൺ ബൈലി കൊണ്ടുവന്നിരിക്കും. ഓ, എനിക്കാണ് ഈ നാട് പരിചയമില്ല. സമയത്ത് സാധനം കിട്ടിയില്ലേ ബോസിന്റെ തലയും വിട്ടും. ഏതേലും പൊട്ടനെ കമ്പനിക്ക് ഒപ്പിക്കണം. ഇവനാര്? ഇവൻ എന്നെ തന്നെ നോക്കുന്ന എന്ത്? നീ ഇവനെങ്ങാനും ആ മണിമാമന്റെ മോനായിരിക്കൂ? മണിമാമൻ കല്യാണം കഴിച്ചില്ലല്ലോ അതിനെ. ഒന്ന് മുട്ടി നോക്കാം. അയ്യോ, ദേ വരുന്ന എൻ്റെ അടുത്തേക്ക്. എന്നെ മനസ്സിലായോ? പിന്നെ ആരാണോ എന്തോ. അടി നീ പറ ആരാന്ന്. പെട്ടല്ലോ നാദാ, നീ ഞാൻ എന്ത് പറയും? ബ്രോയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? നമ്മളൊന്നും ഓർമ്മയില്ലേ? ഏത്? അത് തന്നെ. അല്ല ബ്രോ, എത്ര നാളായി കണ്ടിട്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇവിടെ നിക്കുവല്ലേ ബ്രോ. ഫണ്ണി മച്ചാനെ, ഈ കൊരങ്ങുമല അറിയോ? കൊരങ്ങുമല പിന്നെ നമ്മുടെ ഏരിയ അല്ലേ? അതാണ്. അവിടെ ഈ പുഷ്പവനം. അറിയാം. നമുക്കൊന്ന് പോയാലോ? വയനാട് ബ്രോ, ഇതിനെ കുറച്ചങ്ങ് പോണം. റിസ്കാ. പോണോ? റസ്കോ? അയ്യോ, റിസ്ക് അല്ല, റിസ്കാന്ന്. അതൊന്നൊരു വിഷയമല്ല, ജീവിത പ്രശ്ന. എങ്കിൽ ശരി, വാ. ബ്രോ, ആ മല കണ്ടോ? ആ മലയാന്ന് തോന്നുന്നു, കുരങ്ങുമല. തോന്നുന്നു? അല്ല, തോന്നല്ല, അതിന്റെ ആയിരിക്കും. വാ. ബ്രോ, വഴി തീർന്ന തോന്നുന്നു. നീയല്ലേ പറഞ്ഞ വഴിയുണ്ടെന്ന്? ബ്രോ, വഴിയൊക്കെ ഉണ്ട്, പക്ഷെ സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല ബ്രോ. കാരണം ഞാൻ ഇവിടെ ആദ്യം ഇട്ട. ഞാൻ ചുമ്മാ അറിയാം എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. ഞാനിനി ബോസിനോട് എന്ത് പറയും? സാധനം കിട്ടി. അയ്യോ ബ്രോ, എന്ത് പറ്റി? ബ്രോ, ഈ പൂ എടുത്ത് വന്നപ്പോ ബോധം കിട്ടുപോയി. അതെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിനക്ക് ആ പൂ കിട്ടിയാൽ പിന്നെ നീ അത് മണത്ത് നോക്കാൻ പാടില്ല. കാരണം ആ പൂ മണത്താൽ പിന്നെ ബോധം കെടും. ബോധം കെട്ടാൽ 3 മാസം കഴിഞ്ഞ് എണീക്കൂ.